24 ബ്രേക്കിംഗ്. അമ്മ തർക്കത്തിൽ അൻസിബയ്ക്ക് തിരിച്ചടി. അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേതാ മേനോൻ നൽകിയ ഹർജിയിൽ കക്ഷി ചേരണമെന്ന ഹർജി തള്ളി. എറണാകുളം മുൻസിഫ് കോടതിയാണ് ആവശ്യം തള്ളിയത്. വിഷ്ണു സുരേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. വിഷ്ണു, അൻസിബയുടെ ആവശ്യം തള്ളുന്ന കോടതി എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ശക്തമായ എതിർപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അൻസിബ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചതാണ്. രാജിവെച്ച ശേഷം ആ രാജി കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരാൾ ഈ ഹർജിയിൽ കക്ഷി ചേരാൻ വരുന്നു, ചില ഗൂഢോദ്ദേശങ്ങളുണ്ട് തുടങ്ങിയ വാദങ്ങളൊക്കെ ശ്വേതാ മേനോൻ മുന്നോട്ട് വെച്ചത്. അതുകൂടി പരിഗണിച്ചാണ് നിലവിൽ അൻസിബയുടെ ഹർജി തള്ളിയിട്ടുള്ളത്. ഈ ശ്വേതാ മേനോൻ രാജിവെച്ചു എന്ന് പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് അമ്മ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത്. അതിന് ചോദ്യം ചെയ്ത്, അത് നിയമപരമല്ല എന്ന് ചോദ്യം ചെയ്താണ് ശ്വേത മുൻസിഫ് കോടതിയിലേക്ക് സമീപിച്ചത്. പിന്നാലെ രമേശ് പിഷാരടിയെ എതിർകക്ഷിയാക്കി നോട്ടീസ് അയക്കുകയും രമേശ് പിഷാരടി മറുപടി നൽകുകയും നിയമപോരാട്ടം ഇല്ല എന്ന് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഇനിയിപ്പോൾ ഉടൻ വിധി വരും. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം നിലവിൽ താൽക്കാലികമായി കോടതി വിലക്കിയിട്ടുമുണ്ട്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.